വ്യാഴത്തിൻ്റെ മാറ്റം രോഹിണി നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർക്കുള്ള ഗുണങ്ങൾ ഏതൊക്കെ, ദോഷങ്ങൾ ഏതൊക്കെ, ദോഷത്തിന് എപ്രകാരം നിവാരണം കാണാം, ഇതാണ് പരിഹാരങ്ങൾ എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പറയുന്നുണ്ട്. 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:08 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറുകയാണ്. ഈ സംക്രമം നമ്മുടെ രാജ്യത്തും നമ്മുടെ ഇവിടെ വസിക്കുന്ന ജനങ്ങൾക്കും എല്ലാത്തിനും പ്രകൃതിക്ക് അപ്പാടെ തന്നെ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്തുന്നുണ്ട്. അതിൽ രോഹിണി നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ളതാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദന മഠം. ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഡെയിലി അപ്ഡേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളും ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. 1 മാസത്തേക്കായിരിക്കും ഇത് ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയ്ക്ക് കീഴിൽ നിങ്ങൾ ഇപ്രകാരം കമൻറ്റ് ചെയ്യേണ്ടി വരും. അതിനായിട്ട് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിലല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്രകാരം കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വ്യാഴ രാശി മാറ്റം എങ്ങനെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. വ്യാഴം മെയ് 14 മിഥുനൻ രാശിയിൽ 158 ദിവസക്കാലം സഞ്ചരിക്കുന്നു. അതിനുശേഷം ഒക്ടോബർ 18-ാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും. അതിനെ തുടർന്ന് 25 ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ 11 വ്യാഴം വക്രഗതിയിൽ 49 ദിവസം അവിടെ സഞ്ചരിക്കുന്നു. അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം 97 ദിവസക്കാലം, അതായത് മാർച്ച് മാസം 11 വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും. തുടർന്ന് 84 ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം 2026 വർഷം ജൂൺ മാസം 2-ാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും. അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കാട്ടുന്നത്. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഈ രാശിമാറ്റം ഇവരെ സഹായിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള കുറേയധികം പ്രയാസങ്ങളിൽ ഉഴറി നടന്നവർക്ക് ചില പിടിവള്ളികൾ, അതായത് ആ പ്രയാസത്തിൽ നിന്ന് കരകയറി വരാനുള്ള ചില മാർഗങ്ങൾ ലഭ്യമാകുന്നതാണ്. വിശിഷ്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട പരിചയങ്ങൾ ഇവർക്ക് സമൂഹത്തിലും അവർ നിൽക്കുന്ന തൊഴിലിടങ്ങളിലും മേന്മ വരുത്താൻ കാരണമാകുന്നതാണ്. പുതിയ വീട് വയ്ക്കാനോ ഉള്ള വീട് പുതുക്കി പണിയാനോ യോഗം കാണുന്നുണ്ട്. എന്നാൽ വീടുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യത പിടിച്ചിരിക്കുന്നവർക്ക് ആ സാമ്പത്തിക ബാധ്യത പെട്ടെന്ന് മാറിക്കിട്ടുന്ന ഒരു സ്ഥിതിയിലല്ല. എന്തെങ്കിലും വസ്തു അങ്ങനെയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത നീക്കാനാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള ചില അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. പക്ഷേ നിങ്ങൾ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു വില ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ അത് വിൽപ്പന നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുന്ന പ്രൈസ് കുറച്ചിട്ട് നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും അത് വിറ്റ് പോവുകയില്ല എന്നുള്ളതും കൂടി അറിയുക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടായി വരുന്നതാണ്. ഉപരിപഠനത്തിനുള്ള സാധ്യതകളും തുറന്നു കിട്ടുന്നതാണ്. വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വരുന്നതാണ്. എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് തൊഴിൽ മാറ്റത്തിന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അങ്ങനെ നടന്നു കിട്ടിയില്ല എന്ന് വന്നേക്കാം. അങ്ങനെ നടന്നു കിട്ടുകയാണെങ്കിലും പുതിയ ജോബിൽ അത്ര കണ്ട് മേന്മ കാണുന്നില്ല. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ ശുഭത്വം പ്രതീക്ഷിക്കാം. കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ മംഗല്യം നോക്കി നടന്നു കിട്ടിയില്ല, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക്
കല്യാണപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നീക്കുപോക്ക് ഉണ്ടാകാൻ ഇത് കാരണമാകും. എന്നാൽ പ്രണയബന്ധങ്ങളിൽ ആവശ്യമില്ലാത്ത കലഹം അത് ആ ബന്ധത്തിന്റെ തീവ്രത കുറയ്ക്കാനോ ചിലപ്പോൾ രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനോ കാരണമാകുമെന്ന് പറയുന്നുണ്ട്. കുടുംബജീവിതത്തിലും അനാവശ്യമായ കാര്യങ്ങളെ എടുത്തിട്ട് പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് ആ കുടുംബജീവിതത്തിന്റെ ഇഴയെടുപ്പം കുറയ്ക്കുവാൻ കാരണമാകുന്നതാണ്. വിദ്യാർത്ഥിനികൾ അവരുടെ സ്വഭാവം പ്രത്യേകിച്ച് ദേഷ്യപ്രകൃതം വർദ്ധിച്ചു വരാൻ സാധ്യമായ കാലയളവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ തന്നെ ഒരു നിയന്ത്രണം വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ദീർഘദൂര യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. പുതിയ വാഹനം സ്വന്തമാക്കുന്നതിന് അവസരം ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ചില പദ്ധതികളെ നമ്മുടെ കഴിവ് വേണ്ടി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ആവശ്യമില്ലാത്ത ബാധ്യതകൾ എടുത്ത് ശിരസിൽ വയ്ക്കാതിരിക്കാൻ നോക്കണം. പ്രത്യേകിച്ച് ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ആയിട്ടുള്ള ബാധ്യതകൾ നമ്മൾ സഹാനുഭൂതി കൊണ്ടോ മറ്റോ നമ്മൾ ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിത്തിരിക്കരുത്. അത് ഒടുവിൽ നമുക്ക് ബാധ്യതയായി തീരും എന്നുള്ളതിൽ സംശയമില്ല. അനാവശ്യമായിട്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന ഒരു കാലയളവ് ആയതുകൊണ്ട് തന്നെ വാക്കിലും പ്രവൃത്തിയിലും കുറച്ചുകൂടി മിതത്വം പാലിക്കുക. മദ്യപാനം, സിഗരറ്റ് വലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ അടിമപ്പെട്ടിട്ടുള്ളവർക്ക് ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായി വരാൻ സാധ്യതയാണ്. പ്രത്യേകിച്ച് കരള്, ഹൃദയം അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വരികയും അത് വളരെ സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് കാണുന്നുണ്ട്. അത്തരം ശീലങ്ങളുള്ളവർ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനോ വളരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രാശിമാറ്റം കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന നേട്ടങ്ങളെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കാനും ദോഷങ്ങൾക്ക് അയവ് വരുത്താനും വേണ്ടിയിട്ടുള്ള കുറച്ച് പരിഹാര കർമ്മങ്ങൾ പറയുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും 1008 തവണ ഓം ക്ലീം കൃഷ്ണായ നമഃ മന്ത്രം രാവിലെ സമയത്ത് വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നതും, വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസങ്ങളിൽ ഭാഗ്യസൂക്തം തുളസിയിലകൾ കൊണ്ട് നടത്തുന്നതും, കൃഷ്ണന് ഏകാദശി ദിവസം തുളസിമാല കെട്ടി ചാർത്തുന്നതും, മഹാവിഷ്ണു യന്ത്ര യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും, വീട്ടിൽ സുദർശന ചക്രം വച്ച് നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറെ ഗുണകരമാകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം. നമസ്തേ.